ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 4 മണിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ഇതിൻ്റെ 4 ചേരുവകൾ മാത്രം മതി എന്നുള്ളത് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. നമുക്ക് മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് കൊടുക്കാം, അല്ല നമുക്ക് ലഞ്ച് സ്നാക്സ് ബോക്സിലൊക്കെ വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി യമ്മി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, അപ്പം നമുക്ക് റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഉണ്ണിയും വെള്ളയും കൂടെ തന്നെ ഒരുമിച്ച് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു 2-3 തുള്ളി വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. അല്ലാന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ ചവ വന്നിട്ടുണ്ടെങ്കിൽ ചിലർക്കൊന്നും ഇഷ്ടാവില്ല. ചില മുട്ടൊന്നും എഗ്ഗ് കഴിക്കാത്ത കുട്ടികളുണ്ടാവില്ല. അപ്പോൾ നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വാനില എക്സ്ട്രാക്ട് ഒഴിച്ചു കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ്, പൈനാപ്പിൾ ഫ്ലേവറാണ്, എന്താണെന്നുള്ളത് വെച്ചാൽ നമുക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നല്ലോണം ഒരു ബീറ്റർ വെച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ കേക്ക് നല്ലോണം പൊന്തി വരുള്ളൂ. നമ്മുടെ എഗ്ഗും വാനില എക്സ്ട്രാക്റ്റ് ഒഴിച്ചിട്ടുള്ള ആ മിക്സ് നല്ലോണം ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു കപ്പ് മതിയായിരിക്കും കേട്ടോ പഞ്ചസാര. അത് നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. തരി പഞ്ചസാര ആയ കാരണം തന്നെ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം, നല്ലത് കേട്ടോ. അപ്പോൾ അതൊന്ന് ബ്ലെൻഡായിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ആ കപ്പിൽ തന്നെ ഒരു 1.5 കപ്പ് മൈദപ്പൊടി നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്നൊരു വിസ്ക് വെച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തരി തീരെ ഇല്ലാതെ തന്നെ കിട്ടണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളുടെ കേക്ക് നല്ലോണം ഇതാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഓവനിലാണെങ്കിൽ ഓവനിൽ, അല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ കുക്കറിലാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഒരു ചെമ്പിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ബൗളിലേക്ക് നമുക്ക് നമ്മളുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ലംസ് ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഓവനിൽ വെച്ചിട്ട് നമുക്ക് ഞാൻ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ആണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഓരോരുത്തരുടെ ഓവൺ അനുസരിച്ചിട്ടിരിക്കും കേട്ടോ. നമ്മളുടെ ഹീറ്റിംഗ് ടൈമൊക്കെ വരുന്നത് ഓരോ ഓവണിന് ഓരോ ടൈപ്പായിരിക്കും ഹീറ്റിംഗ് ടൈം ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ മേളിൽ ഇത്തിരി ഹാർഡായിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് അങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.